നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെടുദാസൻ, നമ്മുടെ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടീം കോശി അവറുകൾ, സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ അവറുകൾക്കായി സ്തോത്രം. അങ്ങനെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എല്ലാവരുടെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാരെ അതാത് സമയങ്ങളിൽ നമ്മുടെ മധ്യയെ അയച്ച് വിലപ്പെട്ട ആലോചനകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇതുവരെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, വ്യക്തിപരമായ വചനത്തിലൂടെയും നീ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലെത്തിയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ അവറുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, തൻ്റെ ശുശ്രൂഷകൾ അനുഭവിപ്പാനൊക്കെ കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളെപ്പോലെ ഇടപെടുവാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാനൊക്കെ ദൈവം ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നൽകിയ എല്ലാ അവസരങ്ങളെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവിനെ കരേറ്റുന്നു. ഈ രാത്രിയിലും തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, ഈ രാത്രി കഴിഞ്ഞ ദൈവാശ്രയബോധത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ അവറുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. പ്രയാസങ്ങൾ ഏറിടും നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ ഈ ലോകസഹികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ രക്ഷകൻ ദൈവമേ നീയല്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും തേനിലും മധുരമാൻ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ
യേശു ക്രിസ്തു മാധുര്യവാ. അതുകൊണ്ട് ആരാധന, 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 ആരാധന. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുതന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുതന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ. ഹല്ലേലൂയാ. നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ. ഞങ്ങളുടെ കർത്താവേ, നല്ല പകൽ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടപെടും. മാനുഷികമായിട്ടൊരു വാക്ക് പോലും പറയാതെയും അനുവദിക്കല്ലേ. അവിടെ നിങ്ങൾ ഇടപെടണമേ. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കണമേ. ആത്മാ ഞങ്ങളെ തട്ടി ഉണർത്തണമേ. ജനജനത്തിന് വിടുതലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന്റെ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അരിപ്പാൻ ദൈവരിക്ക് അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തിരികെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ദൈവദാസൻ കോശിഭാസ്ക ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവന്ദനം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളം ദാസന് ദൈവം അനുഗ്രഹിക്കുകയും മാനികച്ചായിട്ട് കഴിഞ്ഞ നാളുകളൊക്കെ ആയിരുന്നിടത്തൊക്കെ പോകാനും ശുശ്രൂഷിപ്പാനും ദൈവം നൽകിയിട്ടുണ്ട്. ഒത്തിരി നാളിന് ശേഷമാണ് കാണാൻ ഭാഗ്യ ദൈവം തന്നത്. ദൈവദാസനെയും ദൈവം മാനിക്കട്ടെ. സഹോദരനെയും സ്നേഹിക്കുന്ന ജോൻ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി നാളിന് ശേഷം അദ്ദേഹത്തെ കാണുവാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ദൈവം അവസരത്തിനായി സ്തുതിക്കുന്നു. ദൈവദാസനെയും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളം ഇന്ന് രാത്രി നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. ഈ ആണ്ടിൻ്റെ പ്രാരംഭം നടക്കുന്ന പ്രാർത്ഥനകളാണല്ലോ. കർത്താവ് നമ്മെ ഓരോ വർഷവും ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. സ്തോത്രം. വെട്ടിക്കളയാം എന്ന് പറഞ്ഞപ്പോഴും അവിടെ ഒരാൾ പറഞ്ഞു, വെട്ടിക്കളയണ്ട, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം വന്നിട്ട് ഈ അത്തിയോട് ചോദിച്ചു, എന്താ അത്തിയെ 3 വർഷം കൊണ്ടൊക്കെ ഫലം കായ്ക്കേണ്ടതല്ലേ, എന്തെങ്ങനെയൊക്കെ പറ്റിപ്പോയതെന്ന് ചോദിച്ചപ്പോൾ അത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവദാസനെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഒത്തിരി പ്രയത്നിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി സ്തോത്രം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ആ സമയത്ത് 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, പേടിക്കണ്ട, ഭാരപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാം.
ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, ഞാൻ ആവശ്യമായ വളമൊക്കെ തരാം, ഞാൻ ആവശ്യമായ ബലമൊക്കെ തരാം. എനിക്ക് നിന്റെ പ്രതീക്ഷയുണ്ട്, നീ രക്ഷപ്പെടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, നീ മാനിക്കപ്പെടും, നിന്റെ അവസ്ഥ മാറും എന്ന് ഉറപ്പുണ്ട്. ആ ഒരു സഹായഹസ്തമാണ് എന്നെ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ബലത്തോടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വേണ്ടുപോലെ വളവിട്ടോളാം, ഞാൻ വേണ്ട വിളവിട്ടോളാം. സ്തോത്രം. ഈ നമ്മളൊക്കെ നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ അമോണി ഇടാറുണ്ട് റബ്ബറിനൊക്കെ വേരിന്. അത് സത്യം പറഞ്ഞത് വളമല്ല, കാരണം ആ വേരിനെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം. വളമുള്ള ഭാഗത്തേക്ക് ഇതിൻ്റെ റൂട്ട് തിരിച്ചു വിട്ട് ആ വേരിനെ ശക്തീകരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമുക്ക് ബലമാണ്, ദൈവശക്തിയാണ്. ദൈവാത്മാവ് നമ്മളതിനായിട്ട് ഒരുക്കട്ടെ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നമുക്ക് കിടക്കാം. സുപരിതമായൊരു ദൈവവചന ഭാഗമാണെങ്കിലും ദൈവാത്മാവ് എനിക്ക് ഒരു നിയോഗം നൽകിയതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നു. വായിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. മതി, ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നാളെ സ്തോത്രം അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. ഈ കുഴികളൊക്കെ വെള്ളം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ അതുപോലെ സംഭവിച്ചു, അതുപോലെ സംഭവിച്ചു. ദൈവം പറയുന്ന ദൂത് നിറവേറും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവം പറഞ്ഞ വാക്കാണെങ്കിൽ അതിന് വള്ളിയോ പുള്ളിയോ തെറ്റത്തില്ല. അത് തക്ക സമയത്തത് നിറവേറും. സ്തോത്രം. ഈ ഭാഗം നമുക്കറിയാം. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏതോ രാജാവും പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്നു. ഇവർ യുദ്ധത്തിന് പോകുകയാണ്. ഇസ്രായേൽ രാജാവും യഹൂദ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ യുദ്ധത്തിന് പോകുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ, മോവാബ്യരോട് യുദ്ധത്തിന് പോകുമ്പോൾ 7 ദിവസം അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യങ്ങളെയും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെ ആയി. 7 ദിവസം യുദ്ധത്തിന് പോകുമ്പോൾ 7 ദിവസമായിട്ട് വെള്ളമില്ല. 7 ദിവസമായിട്ട് വെള്ളം കിട്ടാതെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിക്കാതെ യുദ്ധത്തിന് പോകുകയില്ലേ? വെള്ളമില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കുമല്ലേ? യുദ്ധത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തുണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ പ്രയാസമാണ്, നമുക്കറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് യഹോവ ശാപത്ത് ചോദിച്ചു, നമുക്ക് യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏലീശ പ്രവാചകന് കൈക്ക് വെള്ളമടിച്ചു കൊടുത്ത ഏലിയാവിന് കൈക്ക് വെള്ളമടിച്ചു കൊടുത്ത ഒരു ഏലീശ പ്രവാചകൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയാൽ അദ്ദേഹത്തിൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെള്ളമില്ല, പണമില്ല, വേറെ ഒന്നുമില്ല, യഹോവയുടെ അരുളപ്പാടുണ്ട്. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും പറയാൻ വേറെ ഒന്നുമില്ലെങ്കിലും സ്തോത്രം, ദൈവം തന്ന ചില കൃപകളുണ്ട്. അത് ഭയങ്കരമാണ്. അത് വിനിയോഗിക്കപ്പെടട്ടെ, അത് പ്രയോജനപ്പെടട്ടെ. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ദൈവം തന്ന കൃപാവരങ്ങൾ, ദൈവം തന്ന ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഈ ദിവസങ്ങളൊക്കെ അതിൻ്റെ മൂർച്ച കൂടട്ടെ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ സമയത്ത് അവിടെ വന്ന് പ്രവാചകനെടുക്കൽ വന്നു. പ്രവാചകനെടുക്കൽ എന്തിനാ വന്നത്? ദൈവശബ്ദം കേൾക്കാൻ, ആലോചനയ്ക്ക് വേണ്ടി. എന്താ വിഷയം? വെള്ളമില്ലാത്തതുകൊണ്ട് എവിടുന്ന് വെള്ളം കിട്ടും? 7 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ കിടക്കുന്ന ഈ ദൈവജനത്തിന് എവിടുന്ന് വെള്ളം കിട്ടുന്നത്? അതറിയാൻ വേണ്ടി പ്രവാചകനെടുക്കൽ വന്നു. പ്രവാചകനെടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ. സ്തോത്രം. അത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. മതി. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അതിൻ്റെ അർത്ഥം ഒരാൾ വന്ന് സ്തോത്രം പാട്ട് പാടട്ടെ എന്ന്. നിങ്ങൾ ചിന്തിക്കൂ, 7 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ നിൽക്കുമ്പോൾ, തൊണ്ട വരണ്ടും ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ്റെ ഒന്നാമത്തെ ശബ്ദം പ്രവാചകൻ പറയുന്നത് പാട്ട് പാടട്ടെ എന്ന്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിരുന്ന് കൈകൊട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഒത്തിരി സങ്കടങ്ങളൊക്കെ
ഉള്ളിൽ ഒതുക്കി പുറമെ കൈകൊട്ടി പാടി ആരാധിക്കുമ്പോഴും ഇത് കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ, ഇത് കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം സ്തോത്രം. പ്രശ്നങ്ങൾ മല പോലെ നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിതത്തിനകത്ത് പ്രയാസം വരുമ്പോഴും പാട്ടുപാടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവനെ ദൈവത്തിന് അന്ന് ഇന്ന് ആവശ്യമുണ്ട്. ആമേൻ. അധിക നാള് തൊണ്ട വരണ്ട് ക്ഷീണിച്ച് പാടാൻ ദൈവം അനുവദിക്കയില്ല. ക്ഷീണങ്ങൾ മറന്ന് വേദനകൾ മറന്ന് നീ ബലപ്പെടുന്ന സമയമാണ് ഈ 2026. ഹല്ലേലൂയ. അകത്ത് മനുഷ്യനും പുറത്ത് മനുഷ്യനും ഒരു ബലം ദൈവാത്മാവി പ്രാർത്ഥനയിൽ ആത്മാവ് കൽപ്പിക്കട്ടെ. അതിനാ ദൈവാത്മ നമ്മൾ ഒരുക്കട്ടെ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പാട്ട് പാടണം. സ്തോത്രം. എങ്ങനെ പാടും? 10 പാട്ട് പാടുമ്പോൾ ഒത്തിരി സ്തോത്രം. പാട്ടുപാടി പ്രസംഗിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കാത്ത ആരും ഇല്ലല്ലോ, തൊണ്ട വരളത്തില്ലേ. 7 ദിവസമായിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുക. 7 ദിവസമായിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നത് പാട്ടുപാടാൻ, കഷ്ടതയുടെ മധ്യത്തിൽ പാട്ടുപാടാൻ, വേദനയിൽ പാട്ടുപാടാൻ, താങ്ങാനാവാത്ത പ്രശ്നം നിൽക്കുമ്പോഴും പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തരുന്ന കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ. കഷ്ടതയിലും പാടുവാൻ, വേദനയിലും പാടുവാൻ ദൈവാത്മ നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രതിസന്ധിയിലൊക്കെ പലരും പിറുപിറുക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും വിശ്വാസം മരിച്ചാൽ മതി എന്ന് പറയുമ്പോഴും ദൈവത്തെ സേവിക്കുന്നവൻ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിറുപിറുത്ത് സങ്കടപ്പെടത്തില്ല. അവൻ പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പണ്ട് കാലഘട്ടത്തിൽ അന്ന് ഇന്നും ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് അതരത്തിൽ കൂടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ത് വന്നാലും സ്തോത്രം പറഞ്ഞ് പാട്ടുപാടാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അനുഭവിച്ചു. ഒരാഴ്ച മുഴുവനും അനുഭവിച്ച വേദനയുടെ മധ്യത്തിൽ ആ വേദന മറന്ന് വന്ന് ഞായറാഴ്ചയും ഉപവാസ പ്രാർത്ഥന വന്ന് പാട്ടുപാടി ആരാധിക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു സന്തോഷമല്ലേ, മനസ്സിനകത്തൊരു ആശ്വാസമല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വെറുതെ പാടുന്നതല്ല, എല്ലാം ഉണ്ടായിട്ട് പാടുന്നതല്ല, എല്ലാം കിട്ടിയിട്ടും പാടുന്നതല്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ ഇല്ലാത്തത് മടക്കി തന്ന് ബലപ്പെടുത്തി ശക്തീകരിപ്പാൻ ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെയും ശീലാസിനെയും അകത്തിട്ടപ്പോൾ അങ്ങോട്ടും കൂടെ കുറ്റം പറഞ്ഞതിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എടാ നീ കാരണമാണ് ഇത് വന്നത്, നീ കാരണമാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുള്ള അവസരമൊന്നും അവരെ വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയപ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങിയെങ്കിൽ പാട്ടിൻ്റെ തുടക്കം വേദനയായിരുന്നു, പക്ഷെ അതിൻ്റെ അവസാനം അത്ഭുതങ്ങൾ അവിടെ നടന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ വിശ്വസിക്ക്, ഈ നടക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും വെറുതെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് പാട്ടുപാടി തീർന്നപ്പോൾ അവർ കാരാഗ്രഹത്തിനകത്ത് നിന്ന് അവർ പുറത്തു വന്നു. പാട്ടുപാടി തീർന്നപ്പോൾ കാരാഗ്രഹത്തിനകത്ത് നിന്ന് അവർ പുറത്തു വന്നു. ഒതുക്കപ്പെട്ട മേഖലയിൽ നിന്ന് നാമെ ബന്ധിക്കപ്പെട്ട ഇടത്ത് നിന്ന് ദൈവാത്മാ നമ്മളെ ഈ പ്രാർത്ഥനയിൽ പുറത്തെടുക്കട്ടെ. പുറത്തു വരട്ടെ, കുടുംബം പുറത്തു വരട്ടെ, ശുശ്രൂഷകൾ പുറത്തു വരട്ടെ, നന്മകൾ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. ജീവിതകാലം മുഴുവനും അവിടെ ഒതുങ്ങപ്പെടാനും ബന്ധിക്കപ്പെടാനും വേദനിക്കപ്പെടാൻ ദൈവം അനുവദിക്കയില്ല. നീ ആയിരിക്കുന്നിടത്തേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ചലിക്കുന്ന ദൈവ സാന്നിധ്യം നിന്നെ ബലപ്പെടുത്തി ഇന്ന് രാത്രി പുറത്തെടുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ കിടന്ന് മരിക്കുമെന്ന് തകരുമെന്നും ആരൊക്കെ വിധി എഴുതിയാലും ഇത് നിന്റെ അവസാനമല്ല, എന്തിൻ്റെയൊക്കെ തുടക്കമാണ്. ഈ വേദന, ഈ കഷ്ടത, ഈ കണ്ണുനീര്, ഈ ബുദ്ധിമുട്ട്, ഈ ദുഃഖങ്ങൾ വന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ പോലെ പൊന്നുപോലെ പുറത്തെടുക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാമല്ലോ ശമൂവേൽ പുസ്തകത്തിന് പറഞ്ഞിരിക്കുന്നത്, ദാവീദ് കിന്നരമെടുത്ത് പാട്ട് പാടുമ്പോൾ ശൗലിന് ആശ്വാസം അല്ല, ദുരാത്മാവ് മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ പാടത്തില്ല, ഞാൻ പാടിയാലും ഞാൻ പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കത്തില്ല. ഒറ്റ വാക്കുമതി സകല ബന്ധനങ്ങൾ അടിഞ്ഞു മാറാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൽ പാട്ട് പാടുമ്പോൾ ദുരാത്മാക്കൾ അഴിഞ്ഞു മാറും.
മാറും. കുടുംബത്തെ ബന്ധിച്ചതും തലമുറകൾ ബന്ധിച്ചതും ഉപജീവന മേഖലകൾ ബന്ധിച്ച സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറിപ്പോകട്ടെ, അഴിഞ്ഞു മാറിപ്പോകട്ടെ, അഴിഞ്ഞു മാറിപ്പോകട്ടെ. ശത്രു അസ്വസ്ഥനാകുന്നു, പിശാച് അസ്വസ്ഥതപ്പെടുന്നത്, ശത്രുവിന് അസ്വസ്ഥമാകുന്നത്. ആമേൻ, ആമേൻ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അടിസ്ഥാനങ്ങൾ ഇളകും, അവന്റെ പദ്ധതികൾ പൊളിയും. ദുരാത്മാവ് നിന്നെ കൊല്ലാൻ വരുന്നവന്, നിന്നെ തകർക്കാൻ വരുന്നവന്റെ ദുരാത്മാവ് ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ, ഉടഞ്ഞു മാറട്ടെ. ഉടമന റമന ഹൽക്കന രഗദല ശമനക രഗതുരി വൈഡൽ പ്രൗഢവ രഗത്തന അടകം ബലകം ചുടകം ബലകം ബലകം. ബോംബിട്ട് തകർക്കാനല്ല ദുരാത്മാവിന്റെ ശക്തി, മറ്റൊന്നിനാലും ആ പൈശാചിക മണ്ഡലങ്ങൾ തകർക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ നിന്റെ അതരത്തിൽ കൂടെ വരുന്ന സ്തുതി സ്തോത്ര പാട്ടുകൾ ആരാധനകൾ അത് ബുദ്ധിമുട്ടെന്ന് തോന്നുമ്പോൾ ചിലർക്ക് പ്രയാസപ്പെടേണ്ട. ആരൊക്കെ അത് അംഗീകരിച്ചില്ലെങ്കിലും, ആരൊക്കെ നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, നിന്റെ ശബ്ദം കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഇല്ല, നിന്റെ ശബ്ദത്തിനകത്തൊരു അഭിഷേകത്തിന് ശക്തിയുണ്ട്. അത് ചിലതിനെ തൊടും, അതിൽ ചിലതിനെ തൊടും. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് ആരാധനയിൽ ചിലതിനെ തൊടും. ദൈവത്തെ സേവിക്കുന്നവൻ പാർക്കുന്ന കൂടാരത്തിനകത്തിരുന്ന് അവൻ അർദ്ധരാത്രിയിലും സന്ധ്യാസമയത്തൊക്കെ പാട്ടുപാടി ആരാധിക്കുമ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന കുടിയിരിപ്പിന്റെ ശക്തികൾ, ദുരാത്മമണ്ഡലങ്ങൾ ഇളകിപ്പോകത്തക നിലവാരത്തിൽ നിന്റെ അതരത്തെ ദൈവം ശക്തീകരിക്കട്ടെ, നിന്റെ അതരത്തെ ദൈവം ബലപ്പെടുത്തട്ടെ, ആത്മശക്തി പകരട്ടെ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതും ആരാധിച്ചതുപോലെയല്ല, ഒരാത്മനിറവിൽ, ആത്മനിറവിൽ, അഭിഷേകത്തിന്റെ നിറവിൽ, അഭിഷേകത്തിന്റെ നിറവിൽ ആനന്ദല്ലം ഘടകം ബലകം മടകത്താരം ഭീരവരക്ഷ മേലവരമ്പല പൗടവരക്കര ഹത്തരട്ട പ്രൗഢവരകതല ദീപാലാവ. നിന്റെ ആദരത്തിൽ കൂടെ തീ പുറപ്പെടട്ടെ, നിന്റെ ആദരത്തിൽ കൂടെ ദൈവശക്തി പുറപ്പെടട്ടെ. കേൾക്കുന്ന ശക്തി, ദുരാത്മ ശക്തികളെ ഇളകി മാറട്ടെ. ശത്രുരാധരാധികട്ടി ബൗഡരക്ക രക്തരക്ഷ ബൗഡകക്ക രക്തരക്ഷ ബൗഡബാല നീ പാട്ടുപാടി ആരാധിക്കുമ്പോൾ ദുരാത്മാവ് മാറുകയില്ല. നിന്റെ ശരീരത്തിനകത്തൊരു വിടുതലാണ്. നീ ആരാധിക്കുന്ന നിന്റെ ശരീരത്തിനകത്ത് വരെ വിടുതലായി. ഗ്ലോറി 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 ഗ്ലോറി. ക്ഷീണങ്ങൾ മറന്ന്, വേദനകൾ മറന്ന്, സങ്കടങ്ങൾ മറന്ന്, ആകുലതകൾ മറന്ന്, ആവലാദികൾ മറന്ന് തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടിയപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താ മിരിയാം സിസ്റ്റർ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം? സ്തോത്രം. അതെ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സ്വന്തം സഹോദരൻ തകരുമെന്ന് ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. സ്തോത്രം. ആ ഒറ്റയ്ക്ക് അവൻ തകരുന്ന സമയം കണ്ടുകൊണ്ട് നിന്നതാ. പക്ഷെ അതിനകത്ത് നിന്നും തകരാതെയോ പുറത്തെടുത്തു. സ്തോത്രം. അന്ന് ഒരുത്തൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ടതാ. പക്ഷെ അന്ന് ഒരാൾ പുറത്തു വന്നെങ്കിൽ ഈ ചെങ്കടൽ ഒരാളല്ല, ലക്ഷക്കണക്കിന് ദൈവജനത്തെ ദൈവം നടത്തി പുറത്തെടുത്തെങ്കിൽ അതൊരു വിടുതലല്ലേ, അതൊരു വിടുതലല്ലേ. ഹല്ലേലൂയ. ഇന്നലെ നീ ഒരു വിടുതൽ കണ്ടെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് ഒന്നല്ല. ആമേൻ. പറയാനോ എണ്ണി തീർക്കാൻ പറ്റാത്ത ചില വിടുതലുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇല്ല. നിന്റെ തലമുറയുടെ ചില വിടുതൽ കണ്ട് നന്ദി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. ഈ 2026 അങ്ങനെ ചില അനുഭവങ്ങൾ ദൈവമക്കളുടെ കൂടാരത്തിനകത്ത് ദൈവം കൽപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രശ്നമില്ലാത്ത ആരാ? വേദനയില്ലാത്ത ആരാ? ദൈവമക്കൾ ഒത്തിരി ഒത്തിരി വേദന ഉണ്ടുമ്പോഴും അകത്ത് വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഹൃദയത്തിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് നീ പാടുന്ന ആരാധനയിൽ പാട്ടിലൂടെ ദൈവം അതിനകത്ത് പരിഹാരം ദൈവം തരട്ടെ. ഹല്ലേലൂയ. സങ്കടങ്ങൾ മറന്ന് പാടാൻ, സ്തോത്രം പറയാനും നന്ദി പറയാനും ദൈവാത്മ ഇന്ന് രാത്രി അവസരം ദൈവം തരട്ടെ. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വീണക്കാരൻ വരട്ടെ, പാട്ട് പാടട്ടെ എന്ന്. പക്ഷെ അവിടെ ആരും എതിർത്തില്ല, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നാരും പറഞ്ഞില്ല. ദൂത് കേട്ടനുസരിച്ചാൽ ഒരത്ഭുതം നിന്റെ മുമ്പിൽ നടക്കും. രണ്ടാമതായിട്ട്
ആ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, അനേകം കുഴികൾ വെട്ടണം. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, വെള്ളം കുടിക്കാതെ നിൽക്കുന്നവരോട് കുഴിവെട്ടാൻ പറയുന്നത് ഒരു ബുദ്ധിമോശമല്ലേ, ഒരു അനീതിയല്ലേ? ദൈവം എന്തോ അത്ര ക്രൂരനാണോ? സ്തോത്രം. 2 കുപ്പി വെള്ളം കൊടുത്തിട്ട് വെട്ടാൻ പറഞ്ഞാൽ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വെട്ടാൻ പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. 7 ദിവസം കൊണ്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവരോട് പ്രവാചകൻ ദൈവശബ്ദം പറയുന്നു, നിങ്ങൾ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടണം. സ്തോത്രം. ഇവർ സാധാരണ വെട്ടവരല്ല, യുദ്ധത്തിന് പോകുന്ന ആൾക്കാരാണ്, യുദ്ധാഭ്യാസികളാണ്. എന്നെ കൊണ്ട് കുഴിവെട്ടാൻ പറ്റത്തില്ല, ഞാൻ ആയുധം ധരിച്ച വ്യക്തിയാണ്. സ്തോത്രം. എനിക്ക് മറ്റൊന്നിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ ചാകും. പക്ഷേ ദൂതന് മുമ്പിൽ വിനയപ്പെടാനും താഴാനും, ഞാൻ ഒന്നുമില്ല കർത്താവ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആയുധധാരിയാണ്, യുദ്ധം അറിയാവുന്ന വ്യക്തിയാണ്, ഞാൻ അഭ്യാസിയാണ്, എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നീ താഴ്മ ധരിക്കാൻ തയ്യാറായാൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം നടക്കുന്നത് ഈ ആണ്ടിൽ അത് വെളിപ്പെട്ടു വരും. അത് വെളിപ്പെട്ടു വരും, വെളിപ്പെട്ടു വരും, വെളിപ്പെട്ടു വരും. ഇവിടെ കടന്ന് ചാകാനല്ല ദൈവം നിന്നോട് കുഴി കുഴിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഒരു അത്ഭുതം നിന്റെ മുമ്പിൽ ദൈവം കണ്ടിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നു. അത് വിശ്വസിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹാഗറും കുഞ്ഞും വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ ദൈവം കുഴിവെട്ടാൻ പറഞ്ഞു. കുഴിവെട്ടാനെന്ന് പറഞ്ഞില്ല. സ്തോത്രം. കണ്ണിൻ്റെ മുമ്പിൽ ദൈവം ഉറവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് ഇവിടെ കൊടുത്താൽ പോരെയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം കരഞ്ഞ് നിലവിളിച്ചു വെള്ളത്തിന് വേണ്ടി. തീക്കൽ പാറ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം ഇവിടെ ചെയ്താൽ പോരെയോ? ഇല്ല, ഇല്ല. അവർക്ക് വേണ്ടി ചെയ്തതും അവരോട് പറഞ്ഞതുപോലെയല്ല നിന്നോട് ദൈവം പറയാൻ പോകുന്നത്. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതം നീ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഈ ശോധനയുടെ വർധന വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, എൻ്റെ വേദനയുടെ ആഴം കൂടുമ്പോൾ, ഇല്ല, ഇല്ല, ഉറവയുടെ ആഴം കൂടുന്നുണ്ട്, ഉറവയുടെ ആഴം കൂടുന്നുണ്ട്. എൻ്റെ പ്രശ്നത്തിന് ആഴം കൂടുന്തോറും എൻ്റെ ദൈവപ്രവൃത്തിയുടെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നന്മയുടെ ആഴം വലുതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇവരെ ദൂത് പറഞ്ഞതുപോലെ കുഴിവെട്ടാൻ തുടങ്ങി. കർത്താവേ, എന്തിനാ ഇത്ര പോരാട്ടം? എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ വേദന? എനിക്കെന്താ കഷ്ടത? എനിക്കെന്താ പ്രയാസങ്ങൾ? അവരൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ, അവർക്കൊരു പ്രയാസമൊന്നുമില്ലല്ലോ. എന്നെ വീണ്ടും വീണ്ടും വേദനയിൽ കൂടി എന്താ കർത്താവ് എന്നെ ഇങ്ങനെ കടത്തി വിടുന്നത്? അങ്ങനെ മറന്നോ? ചോദിച്ചിട്ടില്ല ചോദ്യങ്ങൾ പലതും. ഈ പ്രശ്നം എന്താ കർത്താവെ പരിഹരിക്കപ്പെടാത്തത്, വിട്ടുമാറാത്തത്? ഒന്നിന് പുറകെ മാറി മാറി തിര പോലെ മാറി മാറി വരുന്ന ചില വേദനകൾ കണ്ടിട്ട് എന്തിനാ ഭാരപ്പെടുന്നത്? കുഴിവെട്ടാതെ വെള്ളം തരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഓ റാബാല ശഖന. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ഈ വരുന്ന വേദനകൾ, ഇന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും നിന്നെ തകർക്കാനല്ല, നാളെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിന്നെ മാറ്റി തീർക്കാൻ വേണ്ടി ഈ വലിയ വേദനയിൽ കൂടെ കടത്തി വിടുന്നത്. തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല. ഇത് നിന്റെ അവസാനമല്ല. ഇവിടെ കൊണ്ട് നീ തീരത്തില്ല. നീ വെള്ളം കിട്ടാതെ, വെള്ളം കുടിക്കാതെ ഇവിടെ കിടന്ന് മരിക്കയില്ല. ഈ ദൂതന്റെ മുമ്പിൽ നീ ചാകത്തില്ല. നിന്റെ കുടുംബം തകരുകയില്ല. നിന്റെ ശുശ്രൂഷ അവസാനിക്കയില്ല. എന്തൊക്കെയോ ചിലതിന്റെ ആരംഭം കുറിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പ്രതിസന്ധിയിലൊക്കെ ചോദിച്ചിട്ടില്ലേ? ചില ദൂതുകളൊക്കെ വീണ്ടും വേദന, വീണ്ടും കഷ്ടതയാണ് കർത്താവേ, വീണ്ടും പ്രശ്നമാണോ? ഒരു നന്മയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നത്, ഒരു ദൈവപ്രവൃത്തി വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ മുമ്പിൽ വീണ്ടും വേദനയാണോ, വീണ്ടും വേദനയാണോ എന്ന് പറയുമ്പോഴും എന്തിനാ ഭാരപ്പെടുന്നത്? അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. പലപ്പോഴൊക്കെ ഞാനും നിങ്ങളൊക്കെ പല ദൈവദാസന്മാരുൾപ്പെടെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. തീക്കകത്ത് ദൈവം 4-മനായിട്ട് ഇറങ്ങി വന്നെന്ന്. അയ്യോ, അത് കള്ളമാണ്, പോഷത്വമാണ്. അങ്ങനെയല്ല, തെറ്റാണ്. തീക്കകത്ത് 4-മനായിട്ടല്ല, 1-മനായി തീക്കകത്ത് 4-മനായിട്ട് ദൈവം ഇറങ്ങിയെങ്കിൽ ഇവര് പൊടി പോലും കിട്ടത്തില്ലായിരുന്നു, പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. ഈ പ്രതിസന്ധിക്കകത്ത് നീ വീഴും മുമ്പേ നിന്നെ എതിരേൽക്കാൻ അവിടെ ദൈവം വന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ പാടുന്നത്, തീ എരുതിയിൽ വീഴാലും ദൈവം വീഴുന്നത്, നീ വീഴുന്നത് തീക്കകത്തല്ല, അവന്റെ ഉള്ളം കയ്യിലാണ്. ഈ പ്രതിസന്ധിക്കകത്ത് നീ തകരാൻ ദൈവം അനുവദിക്കയില്ല. ഈ ചൂട് കൂടുന്നത് ദൈവം ഇറങ്ങാൻ സമയമായി. ഈ ചൂട് കൂടുന്നത്, ഈ പോരാട്ടം കൂടുന്നത് ദൈവം ഇറങ്ങാൻ സമയമായി. അവിടുത്തെ മഹത്വം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു.
ഓ റമനം ഹടകം ശമനം റമന തുരക രഗദന ഹടകനാദികൾ കനഘടക രഗദനാദികൾ കൽപ്രൗഢ റിപനഘടകദന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ചൂട് കൊടുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. വേദനയുടെ ആഴ കുടുംബ പ്രയാസപ്പെട്ടു പോകരുത്. കരിഞ്ഞ് തീരുമെന്ന് ചിന്തിക്കരുത്. അത് നീ ചിന്തിക്കേണ്ട, നാട്ടുകാർ ചിന്തിച്ചാലും അവരെ കണക്കൂട്ടലുകൾ ഇവ തെറ്റിപ്പിച്ചിട്ട് നീ മാമെ പൊന്നുപോലെ പുറത്തു വരുന്നത്, നിന്റെ ശോഭ കൂടുന്നത് പലര് കാണക്കത്തക നിലവാരത്തിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിക്കത്തക നിലവാരത്തിൽ ഈ തീക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്നു. സിംഹത്തിന്റെ കുഴിക്കകത്ത് ദൈവം ഒന്നാനമായി ഇറങ്ങുന്നു. പ്രതിസന്ധിക്കകത്ത് ദൈവം ഒന്നാമതായി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദാഹിച്ച് 7 ദിവസമായിട്ട് ശരീരവും മനസ്സും ക്ഷീണിച്ചിരുന്നവരോട് ദൈവം പറയുന്നത് കുഴി കുഴിക്കാൻ. സ്തോത്രം. എത്ര വെട്ടും, എത്ര കുഴി കുഴിക്കും. സ്തോത്രം സ്തോത്രം. ഇവരെ വെട്ടാൻ തുടങ്ങി. അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വാസത്തോടെ കുഴികൾ വെട്ടുക, വിശ്വാസത്തോടെ വെട്ടുക. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ നിറച്ചോ, ബാക്കി ദൈവം ചെയ്തോളും. സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞ സ്റ്റെപ്പ് എടുത്തോ, ബാക്കി ദൈവം ചെയ്തോളും. മനുഷ്യനല്ല നിന്നോട് പറഞ്ഞത്, ദൈവമാണ് 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 ദൈവമാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇന്നലകൾ കേട്ടനുസരിച്ച് ഇറങ്ങിത്തിരിച്ച വിഷയത്തിനകത്തൊക്കെ അത്ഭുതം കണ്ടില്ലേ? തടസ്സങ്ങൾ മാറിയില്ലേ? ഇത് ദൈവത്തിൻ്റെ ദൂതാണെന്ന് വിശ്വസിച്ചോ? ഹല്ലേലൂയ. ഈ 2026 ചില കുഴികൾ നിറയും, കുഴികൾ നിറയും. ശൂന്യമായി കിടക്കുന്ന ചില മേഖലകളെ ദൈവാത്മ നിറയ്ക്കുന്നുണ്ട്. വരണ്ട് കിടക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റിക്കിടക്കുന്ന ചില കുഴികള് ഇന്ന് രാത്രി ദൈവാത്മാവ് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഇവരെ കുഴിക്കാൻ തുടങ്ങി. സ്തോത്രം. ക്ഷീണം മറന്ന്, സ്തോത്രം, സങ്കടങ്ങളൊക്കെ മറന്ന്. സ്തോത്രം സ്തോത്രം. എടാ, ഇതിലും ഭേദം കുഴിക്കാതിരിക്കാൻ നല്ലത്. എന്തിനാ വെറുതെ കുഴിക്കുന്നത്? വേറെ എവിടെ ചെന്ന് വെള്ളം നോക്കാം എന്നൊന്നും അവർ പറഞ്ഞില്ല. സ്തോത്രം സ്തോത്രം. ഇവിടെ അഭിപ്രായങ്ങളൊന്നുമില്ല, ഇവിടെ മറ്റൊന്നുമില്ല. ഐക്യമായിട്ട് നിന്നാൽ, സഭ ഐക്യതയോടെ മുന്നോട്ട് പോയാൽ ചില ദൈവപ്രവൃത്തികൾ മുമ്പിലുണ്ട്. എന്നാൽ ഐക്യത നശിപ്പിക്കാൻ ശത്രു ഒരുക്കുന്ന അവൻ്റെ അടി ഒഴുക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഐക്യത പുലർത്തി കളയാൻ, രണ്ടായിട്ട് വലിച്ചു കീറിക്കളയാൻ, മനസ്സിനെ കുഴപ്പത്തിലാക്കിയാൽ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ ഇന്ന് രാത്രി ഉടയട്ടെ. ഐക്യത ഉണ്ടാകട്ടെ. ഒരുമിച്ച് വെട്ടാൻ, ഒരുമിച്ച് കുഴിക്കാൻ. ഓ റബല റഗൽഖന റിഗദല ഉടഗബൽ ഖമ റിബലഗഡഗദല. ഇത് നിന്റെ ആവശ്യം, നിന്റെ ആവശ്യം, എൻ്റെ ആവശ്യം എന്നല്ല. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇത് ഞങ്ങൾക്കുള്ള വിടുതലാണ്. ഇത് ഒരുമിച്ചുള്ള വിടുതലാണ്. ഒരാളല്ല ഈ വിടുതൽ കാണാൻ പോകുന്നത്. കുഴിച്ചവര് മാത്രമല്ല, സകലരും, ആട് മാട് മൃഗങ്ങളും സകലരും കോരി കുടിക്കത്തക്ക നിലവാരത്തിൽ നിറയട്ടെ 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 നിറയട്ടെ. ചില നന്മകൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ശൂന്യമായ പടകും ശൂന്യമായ വലയം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിനകത്തൂടെ എന്തെല്ലാം ചിന്ത പോകുന്നതെന്നറിയാമോ? സ്തോത്രം സ്തോത്രം. ഇതിനു വേണ്ടിയാണോ ഞാൻ അധ്വാനിച്ചത്? നാളെ എന്താ തീരും? ചിന്താഭാരവും മനസ്സിനകത്തുള്ള പ്രാരങ്ങൾ വേദനിച്ചിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ആഴത്തിലേക്ക് നീ മീക്കി വല ഇറക്കിക്കോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എവിടെ നീ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ എന്നോട് ഇടപെടാൻ പറയുന്നത്. ഈ പത്രോസെ, ഈ കരവെട്ട് നീ പോകും മുമ്പേ ഒരത്ഭുതം നീ കണ്ടിരിക്കും. ഈ കരവെട്ട് നീ പോകും മുമ്പേ ഒരു നന്മ നിന്റെ ഇന്ന് രാത്രി ഇവിടെ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അത് ഇവിടെ സംഭവിക്കട്ടെ. നീ കരവിട്ട് പോകും മുമ്പേ, നീ വേദനിച്ച വിഷയത്തിനകത്ത് ഈ പ്രാർത്ഥന കഴിയും മുമ്പേ ഒരു ദൈവപ്രവൃത്തി നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചെയ്യുന്നു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അത് സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ. എന്റെ ദൈവം കുറയ്ക്കുന്നവനല്ല, നിറയ്ക്കുന്നവനാണ്. എന്റെ ദൈവം തകർക്കുന്നവനല്ല, പണിയുന്നവനാണ്. ശൂന്യതയുടെ മേൽ ദൈവത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ശൂന്യതകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, ശൂന്യതകൾ മാറിപ്പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇവരെല്ലാം കൂടെ വിശ്വാസത്തെ കുഴിവെട്ടി. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, 10 പ്രാവശ്യം വെട്ടുമ്പോഴൊക്കെ വേദന കൂടെ, ഓരോ വെട്ടുമ്പോൾ വേദന കൂടെയും. സ്തോത്രം. ഓരോ കുഴി കുഴിക്കും തോറും വേദന കൂടത്തേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശരീര ക്ഷീണിക്കത്തേ ഉള്ളൂ. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞു. വേദനിച്ച കരം കൊണ്ട്, ക്ഷീണിച്ച കരം കൊണ്ട് അതൊന്ന് കോരി കുടിക്കുന്നത് ഒരു അനുഗ്രഹമല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നന്മ കരത്തിൽ അനുഭവിക്കും നീ എന്ന് പറയും. ഒത്തിരി വേദനിച്ചതാ, ഒത്തിരി വേദനിച്ചതാ. അങ്ങനെ വിശ്വാസമുണ്ടോ? അങ്ങനെ ചിലത് കരത്തിൽ പിടിക്കുന്ന ദിവസങ്ങളാ കേട്ടോ. ഓ ഹടകൽ. അങ്ങനെ സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്നവരോട് ഇടപെടുന്നു. അങ്ങനെ സംഭവിക്കും. ഇത് വേദനിച്ച് കിട്ടിയതാണ്. ഇത് ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. അത് നിന്റെ കരം കൊണ്ട് തന്നെ നിനക്കുള്ളത് നന്മയാണ്. അത് നീ അനുഭവിക്കാൻ പോകുന്നു. നിന്റെ തലമുറ അനുഭവിക്കാൻ പോകുന്നു. ദൈവസഭ അനുഭവിക്കാൻ പോകുന്നു. കഷ്ടപ്പെട്ട് വേദനിച്ച് നിന്നെ വിളിച്ച് ഉപവസിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. ആ കരത്തിലേക്ക് ചിലത് വരുന്നുണ്ട്. ആ നന്മ കരത്തിൽ വരുമ്പോൾ ഇന്നലകൾ ചില കുഴികൾ ഒത്തിരി കുഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നക്കത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ നിറവ് കൂടാരത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വിശ്വാസത്തോടെ കുഴികൾ വെട്ടുക. പ്രവാചകൻ പറഞ്ഞനുസരിച്ച് സ്റ്റെപ്പ് എടുത്തു. സ്തോത്രം. 3 പ്രവാചകൻ പറഞ്ഞു, കാറ്റും മഴയും കോളൊന്നും സാഹചര്യങ്ങളെ നോക്കരുത്. സാഹചര്യത്തെ നോക്കരുത്. എൻ്റെ പൊന്നു പ്രവാചകനെ, എന്താ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്? എൻ്റെ പൊന്നച്ച, അനുഭവം ഒത്തിരി ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പുതപ്പൊക്കെ വീശുമ്പോൾ യോർദാൻ മാറുമെന്നൊക്കെ സാഹചര്യം നോക്കി നിൽക്കാൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. സാഹചര്യം നോക്കാതെ ഇന്നലെ പുതപ്പൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ യോർദാൻ മാറിയതൊക്കെ കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാ പറയുന്നത്, നിന്റെ മുമ്പിൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. ഇത് പ്രവാചകൻ മാത്രമല്ല, ഇത് അനുഭവിച്ചവനാണ് പറയുന്നത്. ഉടാറാമാന വെള്ളം പഥ്യമാകുമെന്ന് നോക്കിയിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിച്ച് ഉപ്പിട്ടപ്പോൾ വെള്ളം പഥ്യമായി മാറിയെങ്കിൽ, നാശം മാറിയെങ്കിൽ അത് അനുഭവിച്ചവനാണ് പറയുന്നത്. നീ ഇഷ്ടപ്പെടുത്തോ? അത്ഭുതം നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കരുത്. സ്തോത്രം, സ്തോത്രം. തൊണ്ട വരണ്ടിരിക്കുമ്പോഴും പാട്ട് പാടാൻ പറ്റുമോ? സ്തോത്രം. ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോഴും കുഴി വെട്ടാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം. സാഹചര്യം നോക്കാതെ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? നിറവ് വരാൻ പോകുന്നു. അത്ഭുതം വെളിപ്പെടാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ദൈവം എവിടെ കരുതി വച്ചു ദൈവമെന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ഒരാളെ അർദ്ധരാത്രി എണീറ്റ് പ്രാർത്ഥിക്കുക. എല്ലാവരും കടന്നുറങ്ങുമ്പോൾ, കർത്താവേ, നാളെ പ്രഭാത സൂര്യൻ ഉദിക്കും മുമ്പേ ഒരത്ഭുതം നടക്കണം. എന്താ പ്രാർത്ഥന? നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന്, എൻ്റെ ദൈവം ആരാണെന്ന്, എൻ്റെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുന്ന നാളെ രാവിലെയാണ്. എൻ്റെ വഴി തളർത്തേ പറ്റത്തുള്ളൂ. ശാപമേറ്റവനാണ്, നന്മ കിട്ടാത്തവനാണ്. അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തളർത്തത് നോക്കിക്കാണ് ഓടിച്ചെന്നപ്പോൾ കണ്ടത് തളർക്കുക മാത്രമല്ല, പൂത്ത് ബദാം ഫലം കായ്ച്ചെങ്കിൽ പ്രാർത്ഥിച്ചത് തളർക്കാൻ വേണ്ടിയാണ്. പക്ഷെ കിട്ടിയ മറുപടി തളർപ്പ് മാത്രമല്ല, ഫലം വരെ വന്നെങ്കിൽ നീ ചോദിക്കാത്ത നന്മ വരെ ഇന്ന് രാത്രി തന്ന് ഈ പ്രാർത്ഥന കഴിയും മുമ്പ് അത്ഭുതം ചെയ്യാൻ. സാഹചര്യങ്ങളെ നോക്കണ്ട. ഇന്ന് നിന്റെ മുമ്പിൽ ചിലത് കിളിർത്ത് വരുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇടപെടുന്നു. സാഹചര്യങ്ങൾ
നോക്കണ്ട, ദൈവം നിന്നെ പുറത്തെടുക്കുന്നു. ആമേ, നീ വളരെ സമയമായി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. നീ നിൽക്കുന്ന ചുറ്റുമാട് മുഴുവനും ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. കുഴികൾ നിറയാൻ സമയമായി. ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഒരു നദി ഒഴുകി വരുന്നു. നീ കുഴിച്ച കുഴിയിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു നദി ഇന്ന് രാത്രി ഒഴുകി വരുന്നു. ആത്മാവിന്റെ നദി ഒഴുകി വരുന്നു. ആർക്ക് തടയാൻ പറ്റാത്ത ഒരു നന്മയുടെ ഒഴുക്ക് ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്ത് ഒഴുകി വരട്ടെ. കുടുംബങ്ങളെ ഒഴുകി വരട്ടെ. വ്യക്തികളെ മേൽ ഒഴുകി വരട്ടെ. പറഞ്ഞ പ്രവാചകൻ വെള്ളം നിറച്ചെന്നല്ല, വെട്ടിയവൻ വെള്ളം നിറച്ചെന്നല്ല, നാട്ടുകാർ ചേർന്ന് വെള്ളം നിറച്ചെന്നല്ല. ദൈവം നിറയ്ക്കൂ, ദൈവം നിറച്ചു. പ്രവാചകന് പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ. നിറയ്ക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി ശൂന്യമായി കിടക്കുന്ന ചില കുഴികളെ ആത്മാവ് നിറയ്ക്കുന്നു. നാളുകളായി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു നന്മയെ കാണാൻ കഴിയാതെ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല ദൈവം എന്ന് പറഞ്ഞ് മനസ്സ് മടുത്തിരിക്കുന്ന നിന്നോട് ദൈവാത്മ ഇടപെടുന്നു. അടുത്ത കുഴി വെട്ടും മുമ്പേ ഈ കുഴികളെ ദൈവം നിറച്ചിട്ട് നിന്റെ വിശ്വാസം വർദ്ധിക്കത്തക്ക നിലവാരത്തിൽ ഒരത്ഭുതം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ഒരത്ഭുതം കാണും. നന്മയ്ക്കായി ഒരടയാളം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. നീ കഷ്ടപ്പെട്ടത്, നീ വേദനിച്ചത്, നീ വിയർപ്പൊഴിക്കത്, നീ അധ്വാനിച്ചത് വെറുതെയല്ല. നിന്റെ കണ്ണുനീര് വീണിടവൻ മണ്ണിൽ, നിന്റെ കണ്ണുനീര് വീണ മണ്ണിൽ, നിന്റെ വിയർപ്പ് വീണ മണ്ണിൽ ഒരു ഉറവ ഉയർത്തു വരുന്നു, ഒരു ഉറവ പുറത്തു വരുന്നു. എവിടെ കഷ്ടപ്പെട്ടു, എവിടെ അധ്വാനിച്ചോ അവിടെ തന്നെ കഴിഞ്ഞ പകലും ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ അനുഗ്രഹിക്കടന്നു വന്ന ഐശ്വര്യമായി ദൈവജന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോടുള്ള ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഹല്ലേലൂയ. ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ. വിശ്വാസത്തോടെ സിസ്റ്റേണുകൾ കുഴിച്ച ഹല്ലേലൂയ ജനത്തിന് വേണ്ടി 3 രാജാക്കന്മാർക്കും കൂട്ടർക്കും വേണ്ടി ഏദോമിൻ്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് ചില ഒഴുക്കുകളെ പുറപ്പെടുവിച്ചവനാണ് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്ക് കുഴികളെ കുഴിക്കാം. സിസ്റ്റേണുകൾ കുഴിക്കാം. ഹല്ലേലൂയ. ഏദോമിൻ്റെ ചരിത്രത്തെ കുറിച്ച് പഠിച്ചാൽ അതുവഴി അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നക്കി കുടിക്കാൻ പോലും അനുവദിക്കയില്ലെന്ന് വരെ പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു ശക്തിയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഏദോമിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഒഴുക്ക് വെളിപ്പെടുത്തിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോഴും പാട്ടുപാടാൻ തയ്യാറായാൽ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഒരു ദൈവിക കരമുണ്ടെന്ന് ഈ രാത്രി നാം കേൾപ്പാനിടയായി തീർന്നല്ലോ. ആ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആ ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ, മൂർച്ചയുള്ള ആയുധമാക്കി. പിന്നെയും കർത്തദാസനെ ദൈവം ഉപയോഗിക്കുവാൻ, തൻ്റെ കുടുംബത്തെ തലമുറകളെ കർത്താവ് കരമച്ച് അനുഗ്രഹിപ്പാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവസഭയെയും ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിപ്പാൻ, ശുശ്രൂഷകളെ ആദരിപ്പാൻ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാളെ നടക്കുന്ന വിശുദ്ധ സഭാരാധന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിന്റെ വേശ നമ്മുടെ മധ്യയുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ മേയോൻ സാർ നാളെ ഇവിടെ ശുശ്രൂഷിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസനെയൊക്കെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കുവാൻ നമ്മളെല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ കുശുപാസം മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രി യോഗയുടെ അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ രാത്രി വേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി തിരുപാദപീഠത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഇന്ന് രാത്രിയിലും ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ.
ഇന്ന് പകലും രാത്രിയിലും അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യയിൽ ശക്തമായ ആത്മാവിൽ ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രതികൂല ഘട്ടങ്ങളിൽ ഹല്ലേലൂയ സകലതും എതിരായി നിൽക്കുമ്പോൾ, വരൾച്ചയുടെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ അങ്ങേ പാടി സ്തുതിക്കുമ്പോൾ അവിടുന്ന് അതിൻ്റെ മധ്യയിൽ ഇറങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൗലോസും ശീലാസും രാത്രിയിൽ പാടി സ്തുതിച്ചപ്പോൾ ഹല്ലേലൂയ മിരിയാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യയിൽ പാടി ആരാധിച്ച് മുന്നേറുവാൻ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ കടിയിൽ കർത്താവേ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തിനായി ഞങ്ങളുടെ ചെവിതെ ചായ്പാൻ സഭയായി ദൈവം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങൾ പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ തരുന്ന എല്ലാ വചനങ്ങൾക്കായും മാറ്റമില്ലാത്ത ദൈവിക ആലോചനകൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആലോചന പ്രകാരം ഞങ്ങൾ ചില കുഴികളെ വെട്ടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുഴികൾ വെട്ടുന്നുവെങ്കിൽ, ഹല്ലേലൂയ അധ്വാനത്തോടെ ഹല്ലേലൂയ ക്ഷീണം അനുഭവിച്ചുകൊണ്ട് കഷ്ടം അനുഭവിച്ചുകൊണ്ടൊക്കെ അത് ചെയ്താലും ഹല്ലേലൂയ അതിനൊരു മറുപടി, അതിനൊരു സന്തോഷത്തിന്റെ വഴി പിന്നെ ഏതിൽ തുറക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായല്ലോ. ഹല്ലേലൂയ നദി ഒഴുകി ഹല്ലേലൂയ ദേശം നിറഞ്ഞതുപോലെ ഹല്ലേലൂയ അവരുടെ ആടുമാടുകൾക്കും ഹല്ലേലൂയ വാഹന മൃഗങ്ങൾക്കും കുടിക്കത്തക്കവണ്ണമുള്ള വഴി തുറന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ വരൾച്ചയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിലും സഭകളിലും നാളുകളായി അവരുടെ അധ്വാനത്തിന്റെ ഫലമെന്ന് പറയത്തക്കവണ്ണം വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച സ്ഥാനത്ത് ദൈവപ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ ചില ആത്മാവിന്റെ ഒഴുക്കുകളെ ദൈവം ഒരുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ചില ആത്മപ്രവർത്തികൾ ദൈവം അയക്കുന്നതിനാൽ സ്തോത്രം, ചില വഴികൾ അവിടുന്ന് തുറക്കുന്നതിനാൽ സ്തോത്രം, ചില നദികൾ ഒഴുകി വരുന്നതിനാൽ നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷിപ്പാൻ അവിടുന്ന് കരങ്ങളിൽ എടുത്തതിനാൽ നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപ പിന്നെയും പകരണം. ഞങ്ങളുടെ ദാസനെ കർത്താവേ സഭയായി അനുഗ്രഹിക്കണം. കടന്നു പോകുന്ന സ്ഥാനങ്ങൾ ശക്തമായി ദൈവം ഉപയോഗിക്കണം. എല്ലാ വിടുതലും അനുഗ്രഹവും ദൈവം പകർന്ന് പിന്നെയും വഴി നടത്തുന്നതിനാൽ സ്തോത്രം. അനേകർക്ക് ആശ്വാസമായി വിടുതലായി ദൈവകൃപയായി ദൈവം കരങ്ങളിൽ എടുത്താട്ട് നാളത്തെ വിശുദ്ധ സഭായോഗത്തിനായി സ്തോത്രം. അതിൽ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. അതിൽ കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഉപവസിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിയാട്ട് ദൈവത്തിന് ധാരാളമായ കൃപ ഈ ദിനങ്ങളിൽ പിന്നെയും അനുഭവിച്ച് 2026 ഈ ആദ്യ മാസം തന്നെ ചില വിടുതലുകൾ പിന്നെയും കണ്ടു മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം. സമാധാനത്തോടെ എല്ലാവരെയും പറഞ്ഞയക്കണം. സഭായോഗം അനുഗ്രഹമാകണം. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യയിലയക്കണം. അതിലെല്ലാം തിരുനാമം മഹത്വത്തിനായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തിയ തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്ന് പകലും രാത്രിയിലും ഐശ്വര്യമായി ദൈവം ശുശ്രൂഷിപ്പാൻ കർത്താവിന് കരങ്ങളിലെടുത്ത കർത്തൃഭൃത്യനോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പകലും രാത്രിയിലും ഹല്ലേലൂയ കടന്നുവന്ന് ശുശ്രൂഷ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന് ശുശ്രൂഷ അനുഗ്രഹിത ദൈവം ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ ഷിബിൻ ബാസുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിന്റെ ദാസൻ ബാസ് എം എ ജോൺ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും സമയത്ത് തന്നെ കടന്നു വരിക. ഹല്ലേലൂയ. തിരുമേശ ഉണ്ടായിരിക്കും. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.